യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്നത് പോലെ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ എല്ലാവരും സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കമാണ് അതിലൂടെ അവർ നടത്തിയത്. അങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞതിന് ശേഷവും അവർ സദാസമയവും പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചിരുന്നു. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാകുമ്പോൾ ആ പ്രവർത്തനങ്ങൾ പോലും പ്രാർത്ഥനയായി മാറി. ഈശോയും ജീവിതത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നതും സദാസമയം പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ്. ബാലനായിരുന്നപ്പോൾ ഈശോ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. പിന്നീടും എപ്പോഴും പിതാവുമായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാൻ അവിടുന്ന് ശ്രമിച്ചിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ മലയോരങ്ങളിൽ അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു. പൗലോസ്ലീഹ തെസലോനിക്കർക്ക് ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സറിയാനും ആ കൃപയിൽ ജീവിക്കുവാനും പാപങ്ങളിൽ വീഴാതിരിക്കുവാനും നമുക്ക് സാധിക്കുന്നു. എപ്പോഴും നമുക്ക് ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാകുമ്പോൾ ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകൾ അടച്ച് ആ ഹൃദയത്തിനുള്ളിൽ കടന്ന് നമുക്ക് പ്രാർത്ഥിക്കാനാവും. അതിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഓരോ നിമിഷവും തിരിച്ചറിയാനും അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ പ്രസാദപരത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.